നൈറ്റ് റൈഡേഴ്സ്, മാത്യു തോമസിൻ്റെ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് ട്രെയിലർ തന്നൊരു എക്സൈറ്റ്മെൻറ്റ് സിനിമയ്ക്ക് തരാൻ പറ്റിയില്ല. സിനിമയിലേക്ക് വരുന്ന സമയത്ത് മാത്യു തോമസ് നായകൻ ആള് വരുന്നു. അപ്പം കഥ നടക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറിലുള്ളൊരു ഗ്രാമത്തിലാണ്, നെല്ലിക്കാമ്പൊയിൽ. ആ ഗ്രാമത്തിൻ്റെ പേരാണത്. അപ്പം അവിടേക്ക് വരുന്ന അവിടെയാണ് നമ്മുടെ നായകൻ്റെ സ്ഥലം, മാത്യു തോമസിൻ്റെ. ശ്യാം എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ആളുടെ കാമുകിയായിട്ടാണ് നമ്മുടെ വാഴയിലൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ വന്നിട്ടുള്ളത്. പിന്നെ ആളുടെ സുഹൃത്തായിട്ട് ശരത് സഭ, റോഷൻ ഷാനവാസ്, താടി റോഷൻ അല്ല, റോഷൻ ആ വയസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അബു സലീം, നസീർ സംക്രാന്തി, അങ്ങനെ കുറച്ച് ആളുകൾ നമുക്ക് പരിചയമുള്ള കുറച്ചധികം മുഖങ്ങളും സിനിമയുടെ അകത്തുണ്ട്. അങ്ങനെ സിനിമ തുടങ്ങിയ സമയത്ത് ഈ ഒരു ഗ്രാമത്തിലെ നെല്ലിക്കാമ്പൊയിൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ കുറച്ച് വിശ്വാസങ്ങൾ, അവരുടെ തിറ, തെയ്യം പോലത്തെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ വെച്ച് അതും ആ നാടുമായിട്ടുള്ളൊരു ബന്ധം ഒക്കെ പറഞ്ഞിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ആ ഒരു ക്രീച്ചർ, ആ ഒരു ജീവി ഇറങ്ങുന്നു, പരിപാടികൾ തുടങ്ങുന്നു. അപ്പം ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ഈ ഒരു പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാത്യൂസിൻ്റെ ഒരു ലവ് ട്രാക്ക് വേറെ കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജീവി ഇറങ്ങിയ ശേഷം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മളെ ഒരുപാട് ജംപ് സ്കെയറുകൾ പരിപാടികൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, വർക്കൗട്ട് ആവാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ തുടർന്ന് അങ്ങോട്ട് ഈ ജീവി, ഈ നാട്ടുകാർ വിളിക്കുന്ന അനുസരിച്ചാണെങ്കിൽ കുതിരക്കാലൻ എന്ന് പറയുന്ന ഈ ജീവി ആ നാട്ടിലുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ആളുകളെ പേടിപ്പിക്കലും പരിപാടികളൊക്കെയാണ് പിന്നെ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം ഒരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഗ്രാമം ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ നമ്മൾ മിന്നൽ മുരളി, കുഞ്ഞിരാമായണം, ഇപ്പോൾ റീസെൻ്റ്ലി സുമതിയോള പോലും വന്നു. അപ്പോൾ ആ ഒരു ഗ്രാമം, അവിടെ എന്തെങ്കിലും ഒരു സംഭവം, അപ്പോൾ അതൊരു ടെംപ്ലേറ്റ് പരിപാടിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേ മുമ്പുള്ള ടെംപ്ലേറ്റ് തന്നെയാണ്. അപ്പം ഇതിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചെന്തെങ്കിലും ഒരു പുതിയൊരു സംഗതി അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, പുതിയൊരു സംഗതി ട്രൈ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വർക്കൗട്ട് ആയോ എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയം തോന്നുന്നുണ്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. 2 മണിക്കൂർ 5 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 10-15-20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലറിൽ കണ്ട ആ ഒരു ക്രീച്ചർ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നായകനും ഇതുമായിട്ടൊരു ഫേസ് ഓഫ് വരണം. അപ്പോൾ അത് നമ്മൾ ഇൻ്റർവെൽ വരെ കാത്തിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പിന്നെ നായകൻ്റെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു സംഗതി, അതാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ക്ലൈമാക്സ് വരെ കാത്തിരിക്കാൻ നമ്മൾ റെഡിയാണ്. പക്ഷേ ഇരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ അതിനനുസരിച്ച് നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഇവൻറ്റ്സോ ഇൻസിഡൻസോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലാഗ് ഫീൽ ചെയ്യും, ബോറടിക്കുകയൊക്കെ ചെയ്യും. അപ്പം എനിക്കും തോന്നിയത് സിനിമ കണ്ട സമയത്ത് ഈ ഒരു സംഗതിയാണ്. കാരണം നമ്മൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ലോക പോലുള്ള സിനിമകൾ വന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, നമ്മളൊരു മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ ലാഗ് ഫീൽ ചെയ്യിപ്പിക്കാതെ പറന്നു പോകുന്ന സിനിമകൾ നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഇതെന്താ വരാത്തത്, ഇതെന്താ സംഭവിക്കാത്തത്. കാരണം നമുക്കറിയാം ഇതാണ് സംഭവിക്കാനുള്ളത് എന്നുള്ളത്. അപ്പം അത് ഇങ്ങനെ ലാഗ് അടുപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ബോറടി ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സും ഇൻസിഡൻറ്റുകളൊക്കെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കുറച്ചും കൂടെ നമ്മളൊന്നും കൂടെ എൻഗേജിങ് ആയിട്ട് ഇരുത്തുന്ന ഒരു രീതിയിലേക്ക് ഈ സിനിമ കൊണ്ടുപോകായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇനി പറയാനുള്ളത് നമ്മുടെ മാത്യു തോമസിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം കുമ്പളങ്ങി മുതൽ തണ്ണീർമത്തൻ അങ്ങ് തമിഴ്നാട്ടിൽ ലിയോയിൽ വരെ എത്തിയിട്ടുള്ള ആളുടെ ഒരു കരിയർ, മാത്യു തോമസിൻ്റെ ഒരു കരിയർ നമുക്കറിയാം. അപ്പം ഇനി പറയുന്നത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൊരു ഹീറോ മെറ്റീരിയൽ ആണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഫീൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെസ്ലിൻ നമ്മൾ കണ്ടു, പിന്നെ സന്ദീപ് പ്രദീപിനെ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പം അവർക്കൊക്കെയുള്ള ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ഓറ മാത്യൂസിന് ഇതുവരെ എനിക്ക് സീനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ആ ഒരു സംഗതി മാറ്റണം, അല്ലെങ്കിൽ അത് മാറും എന്നുള്ളൊരു പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ നിരാശപ്പെടുത്താൻ ഉണ്ടായത് ബേസിക്കലി. അങ്ങനെ മാത്യു തോമസിൻ്റെ ഒരു പെർഫോമൻസ് ആൾ പെർഫോം ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ അകത്തേക്ക് വന്ന സമയത്ത് ആൾക്ക് ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു പെർഫോമൻസ് ലെവലിൽ ആ ഒരു എന്താ പറയുക റേഞ്ചിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ശരത് സഭ, പിന്നെ റോഷൻ ഷാനവാസ് എന്ന് പറഞ്ഞ 2 ആളുകളുടെ കാര്യമാണ്. മാത്യൂസിൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറച്ചെങ്കിലും ഈ സിനിമ കാണാൻ എൻഗേജിങ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർ 2 പേരാണ്. അവരുടെ പരിപാടികൾ നമുക്കറിയാം, ശരത് സഭയെ നമുക്കറിയുന്നതാണ്, പിന്നെ ആവേശത്തിൽ ഷാനവാസിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ കുറച്ച് പരിപാടികളൊക്കെയാണ് സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ എന്നെ പിടിച്ചിരുത്തിയത്. പിന്നെ കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ അബു സലീം, പിന്നെ റോണി ഡേവിഡ്, നസീർ സംക്രാന്തി, അങ്ങനെ കുറച്ച് ആളുകൾ, അവരൊക്കെയാണ് ഈ സിനിമയെ ഒരു പരിധി വരെ ഷോൾഡർ ചെയ്തിട്ടുള്ള അവരുടെ കുറച്ച് മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെയാണ്
മൊത്തത്തിൽ ഈ സിനിമ ഒരു പരിധി വരെ ഷോൾഡർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നായികയുടെ കാര്യം ഞാൻ പറഞ്ഞു, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ്റെ കാര്യം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. സിനിമയിലായാലും ആളെ ആ ഒരു മെയിൻ പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സമയത്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്ലൈമാക്സിലൊക്കെ എത്തിയ സമയത്ത് ആൾക്കൊരു ക്യാരക്ടറില്ലാത്ത ക്യാരക്ടറായിട്ടുള്ള ഒരു പരിപാടി കൊടുത്ത് അതൊന്ന് മോശമായി പോയ പോലെ തോന്നി. പിന്നെ പറയാനുള്ളത് മെറിൻ ഫിലിപ്പിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമാണ്. ആളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. യക്ഷിയുടെ ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. ആളുടെ കുറച്ച് പേടിപ്പിക്കലും പരിപാടികളൊക്കെ അത്യാവശ്യം പേടി കാര്യങ്ങൾ ഫീൽ ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജാഫർ സാദിഖ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് നേഹ നായരും യക്സൻ ഗാരി പെരേരയുമാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആ ഒരു പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വലിയ മോശമില്ലാതെ, ഭയങ്കര സംഭവമാണെന്നൊന്നും പറയുന്നില്ല, മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി അഭിലാഷ് ശങ്കറാണ് ചെയ്തിട്ടുള്ളത്. അതും മോശമൊന്നുമില്ല, മോശം പറയാനൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ CG വർക്കുകളും പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ മാത്യൂസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നല്ല രസമുള്ളതായിട്ട് ഫീൽ ചെയ്തു. ആളിതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു തോന്നിയൊരു സംഗതി, നമ്മുടെ റോഷൻ ഷാനവാസിനെ കറക്റ്റ് പൈങ്കിളിയിൽ നിന്ന് തൂക്കിയിട്ട് അതുപോലെ കൊണ്ടുവന്ന് വെച്ച പോലെ ഫീൽ ചെയ്തു. കോസ്റ്റ്യൂമിലൊന്നും ഒരു മാറ്റമില്ലാത്ത രീതിയിലാണ് വന്നത്. അങ്ങനെ കോസ്റ്റ്യൂം സൈഡും കുഴപ്പമൊന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡുകൾ, സൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല തന്നെയായിരുന്നു. അങ്ങനെ ആസ് എ ഹോൾ ഒരു തവണ വേണമെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. പേഴ്സണലി എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും കുഴപ്പമുണ്ടായിരുന്നില്ല സിനിമ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.